ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവാട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ എന്തൊരു സാധനം ഉണ്ടാക്കില്ല, അതെന്നായിരുന്നു? ചിക്കൻ നഗറ്റ്സ്. ഇന്ന് ഞാൻ ഗുലാബ് ജാമുൻ, ഇതിന്റെ പരീക്ഷണമാണ്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ, വിജയിച്ചില്ലെങ്കിൽ എന്നെ ആരും കളയാക്കൊന്നും ചെയ്യരുത്. ആദ്യം ഇതെങ്ങനെ ഉണ്ടാക്കട്ടെ നമുക്ക് വായിച്ചു നോക്കണം, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ വെള്ളത്തിൽ കഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് ഷുഗർ സിറപ്പ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കഴിച്ചാൽ മതി. അപ്പം നമുക്ക് ഈ പാത്രത്തിനുള്ളിലേക്ക് ഇതിട്ട് കുഴയ്ക്കാം. അയ്യോ, ഓർണത്തിനകത്തുനിന്ന് 35 എണ്ണ ഉണ്ടാക്കാന്നോ? അപ്പം ഇത് ഫുൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മൊത്തം അവിടെ നിൽക്കേണ്ടി വരും. നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്ചർ ഉണ്ട് കേട്ടോ, അറിയാൻ പറ്റുന്നുണ്ട്. പൊടി മൊത്തം ഇടണോ? 36 ഇതിനെ നമുക്ക് ഇച്ചിരി ഇടാം. ഒക്കെ ഒരു കണക്കാണ്. കുഴയ്ക്കാം. ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചതായിരുന്നു, പക്ഷെ ആവശ്യം നടന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കാശിക്കൂട്ടന് ഈ സംഭവം ഇഷ്ടമല്ല. പിന്നെ ഇതിവിടെ ഇരിക്കുവാണല്ലോ, നമ്മൾ ഉണ്ടാക്കി നോക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചൂണ്ടയിടാൻ കൊണ്ടുപോകാൻ നല്ലതായിരിക്കും. ഉരുട്ടിയിട്ട് ഇത് ഇങ്ങനെ കൊളുത്തുക, എറിയുക. നല്ല സ്മെല്ലും ഉണ്ട്, അതുകൊണ്ട് മീൻ കൊളുത്തുകയും ചെയ്യും. ചെറിയ ബോൾസ്, ചെറിയ കുറച്ചായിപ്പോയി, തീരെ കുറച്ചായിപ്പോയി. കുഴപ്പമില്ല, ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞേ. ഫ്രൈ ചെയ്യും. പ്രൊഫഷണൽ ഉരുട്ടലാണ് നമ്മളിപ്പോൾ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങാൻ വെയില, കരിഞ്ഞു നിൽക്കുന്നു, മരുഭൂമിയിലൊക്കെ നിൽക്കുന്ന പോലെയുണ്ട്. മതിയായിരിക്കും. പലതും പല വലുപ്പം. സാരല്ല, ആദ്യമായിട്ടല്ലേ, കുഴപ്പമില്ല. മാത്രം അങ്ങനെ നമ്മൾ ഗുലാബ് ജാമിൻ്റെ ഉദ്ഘാടനത്തിനായി. വാവ്, തീ കത്തുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചത്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ വെളിച്ചെണ്ണ പറ്റത്തില്ല എന്നുള്ള കാര്യം. അതിങ്ങനെ എടുത്തെടുത്തപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ വലിക്കുന്നത്. എണ്ണയിലേക്ക് ഇടാൻ പോവാട്ടോ. പൊട്ടിത്തെറിക്ക്. അയ്യോ, ചൂടായോ? ആ, ചൂടായി. ആ, ഒറ്റടി ഇടാം. ശരിയായി മതിയായിരുന്നു. ഈശാമാരേ, തീർന്നു പോയിരുന്നു. ഒന്നാമത് തീയായിട്ട് എനിക്ക് ഇത്തിരി ശത്രുത. ഇട്ടപ്പോൾ തന്നെ എൻ്റെ കളർ മാറിയോ? തീ കുറച്ച് വയ്ക്കണമായിരുന്നു. ഇട്ടപ്പോൾ തന്നെ എൻ്റെ കളർ മാറിപ്പോയി. ഈശ്വരാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കരിഞ്ഞൊന്നുമില്ല, അതിനെ ബ്രൗൺ കളർ ആവണ്ടേ. എന്നാ എടുത്തപ്പോൾ മൂലത്തൊരു കവി കിട്ടിയായിരുന്നു. അങ്ങനെയാണ് നിറച്ചെണ്ണ വേണമായിരുന്നെന്ന് എനിക്ക് തോന്നണം. ഒട്ടിപ്പിടിച്ച് സ്നേഹബന്ധത്തിലായിട്ടിരിക്കുന്നുണ്ടോ? എൻ്റെ സ്മെല്ല് കേട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടം തോന്നുന്നുണ്ട്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ കാശിക്ക് ഇഷ്ടമല്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇത്തിരി മധുരമല്ലേ, വലിയ ഇഷ്ടമില്ലാത്ത നല്ലതാണ്. ആ റൗണ്ട് എത്ര നല്ലതാവാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് നമ്മൾ ചപ്പാത്തിയൊക്കെ സെറ്റാക്കൂലേ, അതുപോലെ മറ്റേ ഇടിയപ്പത്തിനൊക്കെ സെറ്റാക്കണ പോലെ നല്ല രീതിക്ക് കുഴച്ച് മാവെല്ലാം കൂടെ നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ട് നല്ല ഉരുട്ടിയെടുക്കണേ, നല്ല അടിപൊളിയായിട്ട്. പക്ഷെ ഞാൻ അത്രയും സമയം മെനക്കെട്ടില്ല, പെട്ടെന്ന് തന്നെ കുഴച്ചിങ്ങോട്ട് എടുത്തു. അതുകൊണ്ട് ആ ഉരുളയ്ക്കൊരു ഷേപ്പ് വ്യത്യാസമല്ല, ആ ഒരു റൗണ്ട് കുറവുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ, തീ ഓഫ് ചെയ്യുക, എന്നിട്ട് ഇതാ ഇങ്ങോട്ട് വെക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് അമ്മേ
ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം വയ്ക്കാം, അതിലേക്ക് പിടിക്കണ്ടേ, എന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. അങ്ങനെയാണ് വാച്ചൊക്കെ കെട്ടി. അതായത് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇടുക കേട്ടോ. ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാൻ ചെറിയത് നോക്കി എടുക്കുക കേട്ടോ. 4 എണ്ണ എടുക്കുന്നുള്ളൂ ഇതിൽ. എന്നിട്ട് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കഴിച്ച് നോക്കാം. ഒരെണ്ണം കൂടെ കൊള്ളുമോ? കണ്ടോ, ഞാൻ ഉരുട്ടീൻ്റെ അറിയാമല്ലേ, പല ഷേപ്പും കുറച്ച് വലുപ്പവും കൂടിപ്പോയി. അപ്പോ ഇനി എന്താ ചെയ്യണം, നമുക്കത് അടച്ചു വെക്കാം. നമുക്കിനി അടച്ച് ഇതൊന്ന് ചുമ്മാ കഴിച്ചു നോക്കട്ടെ. ചുമ്മാ കഴിച്ചാൽ എന്തായിരിക്കും? ഓ, ഉപ്പില്ല, മധുരമില്ല, ഒന്നുമില്ല, ഒരു വികാരമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. അല്ല, കഴിഞ്ഞില്ല. കഴിച്ചു നോക്കണ്ടേ? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ, എന്നിട്ട് ഞാൻ പറയാം. ഹലോ, അപ്പൊ ഞാൻ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആടുന്നുണ്ട്, ആടി പോകുന്നുണ്ട്. എന്താ ചെയ്യാം, നല്ല സ്മെല്ലുണ്ട്. ശരിക്കും എനിക്ക് നല്ല മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു വിഷമവും ഇല്ല കഴിച്ചു നോക്കുന്നതിന്. ദൈവം, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണല്ലോ നല്ലൊരു വിഷമം മാത്രമേ ഇത് വലുപ്പം കൂടി പോയി. അടിപൊളി, സൂപ്പർ സാധനം. ഇത് വലുപ്പം കൂടി പോയാണ്ട് ചാവച്ചിട്ട് തീരുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അത് നല്ല മധുരം. അപ്പം ഗുലാബ് ജാമൊക്കെ കഴിക്കാൻ പൊതുവെ കൊടുക്കുന്ന ഏത് സാധനം മേടിച്ച് വെച്ചാൽ മതി. ഇതാണെങ്കിൽ ബൈ 1 get 1 ഫ്രീയിൽ കിട്ടിയതാ. നമ്മുടെ ബൈ 1 get 1 ഫ്രീയിൽ കിട്ടിയതാ. എന്നാ MTR റെഡി മിക്സ്. കുഴയ്ക്കുക, ഉരുട്ടുക, എണ്ണയിലിടുക. വെളിച്ചെണ്ണ പറ്റില്ല, എണ്ണയിലിടുക, വറുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയ എളുപ്പമല്ലേ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.